ഞാൻ റീന മാറ്റി. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. പലർക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും. പെയിൻറ്റിങ്സിനായിരിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഉണ്ട്, ഫ്ലവർ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ കഴിവുകളൊക്കെ ഒരു ഹോബികളാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഈ ഹോബികളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് ചെയ്താലോ? അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞാൻ ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പഴക്കമുള്ളൊരു പോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒത്തിരി പഴയതാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തത്. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നമ്മളതിലേക്ക് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ അതൊക്കെ നമ്മൾ കൈ കൊണ്ട് കീറിയെടുത്തിട്ട് അതിനെ ഫെവിക്കോൾ പോട്ടിൽ തേച്ചിട്ട് അതിനെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് നമ്മളതിനെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്കാവും. കാരണം പേപ്പർ ആയതുകൊണ്ടും പിന്നെ ഫെവിക്കോള് വൈറ്റ് ഗ്ലൂ ഏതായാലും മതി കേട്ടോ, നന്നായിട്ട് സ്റ്റിക്കായിക്കോളും. നമ്മളിപ്പോൾ ഡിസൈനുള്ള ഭാഗത്ത് മുഴുവൻ നമുക്കങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡിസൈൻ ഇല്ലാത്ത കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അതങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടേക്ക് ടിഷ്യൂ പേപ്പർ കീറിയിട്ട് അപ്പോൾ അതൊക്കെ കയ്യിൽ വെച്ച് തന്നെ റോൾ ചെയ്ത് പറ്റാവുന്നത്രയും തിന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ട്, വല്ലാണ്ട് തിന്നാക്കണ്ട, നമുക്ക് ആ ഡിസൈനോട് ഒന്ന് മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് വേറൊരു ഡിസൈൻ നമുക്ക് സ്വന്തമായിട്ട് അവിടെ ഉണ്ടാക്കി വയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഡിസൈൻ വരയ്ക്കൊന്നും വേണ്ട, നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമുക്കൊരു ഡിസൈൻ നമ്മളിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. നമ്മൾ എന്നിട്ട് ആ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈൻ്റെ മുകളിലേക്കും ഇപ്പോൾ നമ്മൾ ടിഷ്യൂൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിനെ അവിടെയും ഗ്ലൂ വെച്ചിട്ട് അതിനെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കാം. അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണ്ട, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ വെച്ചിട്ട് അതിനെ അങ്ങ് കവർ ചെയ്തെടുക്കാം. നമുക്ക് പോട്ട് മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കാം. ഇപ്പം മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോയിൽ പേപ്പറാണ്. ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണും, നമ്മൾ അലൂമിനിയം ഫോയിലാണ്. അതെടുത്തിട്ട് കുറച്ച് കട്ടിയുള്ളത് നോക്കിയിട്ട് എടുത്തിരിക്കണം, തീരെ തിന്നായിട്ടുള്ളത് വേണ്ട. കുറച്ച് കട്ടിയുള്ളത് നോക്കി മേടിച്ചിട്ട് അതിൽ നന്നായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേക്കണേ, മുഴുവൻ ഏരിയയിൽ അരികിലൊക്കെ നല്ലോണം ഗ്ലൂ തേച്ച് കൊടുക്കണം, കാരണം എന്നാലേ നന്നായിട്ട് സ്റ്റിക്കാവുള്ളൂ. എന്നിട്ട് അതിനെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫോയിൽ പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് പ്രസ് ചെയ്ത് നമുക്കത് ഒട്ടിക്കാൻ പറ്റും.
കൈകൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതിനെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതുകൊണ്ട് തന്നെ പ്രസ് ചെയ്തപ്പോൾ അതിൻ്റെ ഗ്രൂസിൻ്റെ ഇടയിലേക്ക് നന്നായിട്ട് ഫോയിലങ്ങ് നന്നായിട്ട് പ്രസ്സായിട്ടിരിക്കും. അങ്ങനെയും ചെയ്യാം. ഞാൻ കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഡിസൈനൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും ഫോയിൽ പേപ്പർ ഒട്ടിച്ച് ചെയ്യുമ്പോൾ. അത് നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ടത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിന് പെയിൻറ്റ് കൊടുക്കാം. പെയിൻറ്റ് ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ വീട്ടിൽ വാളിൽ മാച്ചായിട്ടുള്ള കളർ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഗ്രീൻ അക്രിലിക് കളറാണ് പെയിൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ആദ്യം തന്നെ ഒന്ന് ഇപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യണത് തന്നെയാണ് എളുപ്പം. നമുക്ക് ഒത്തിരി ഏരിയ ഉള്ളതുകൊണ്ടും പിന്നെ അങ്ങനെ ചെയ്താൽ മതി. മുഴുവനായിട്ട് ബ്രഷും കൊണ്ട് മുഴുവനും അങ്ങോട്ട് കവർ ചെയ്തൊന്നും പെയിൻ്റ് അടിച്ച് കൊടുക്കണ്ട. നമുക്ക് ഇതുപോലെ ചെയ്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് തന്നെ എടുത്തിരിക്കണേ. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ ആ പിടി ഹോൾഡറിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടില്ല, ഗ്രീൻ കൊടുത്തിട്ടില്ല. അവിടെ ബ്ലാക്ക് മാത്രം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വിരൽ വെച്ചിട്ട് എംബോസ് ചെയ്തിരിക്കുന്ന ഏരിയയിലൊക്കെ വിരൽ കൊണ്ട് തന്നെ ബ്ലാക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ബ്ലാക്ക് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തേക്കണം ക്ലിയർ വാർണിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗോൾഡൻ പൗഡറാണ്. ഇപ്പോൾ ക്ലിയർ വാർണിഷ് എടുത്ത് നമ്മൾ ബ്രഷ് കൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ. കുറച്ച് അധികം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ക്ലിയർ വാർണിഷ് ഇട്ട് കൊടുക്കുക ബ്രഷ് കൊണ്ട്. കുറേശ്ശെ ഏരിയ വെച്ചിട്ട് ചെയ്താൽ മതി. ഒരുമിച്ച് നമുക്കങ്ങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഏരിയയിൽ നന്നായിട്ട് ക്ലിയർ വാർണിഷ് ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ഗോൾഡൻ പൗഡർ എടുത്തിട്ട് ബ്രഷ് കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് അതിന് പതുക്കെ കൈ കൊണ്ട് തന്നെ തട്ടി അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് അങ്ങോട്ട് വീണോളും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഊതി കൊടുക്കാമായതുകൊണ്ട്, പക്ഷെ അത് വേണ്ട, നമുക്കത് ശ്വസിച്ചൊക്കെ അത് അകത്ത് പോകും. അപ്പോൾ അത് വേണ്ട, കൈ കൊണ്ട് പതുക്കെ തട്ടി കൊടുത്താൽ മതി. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഏരിയയിൽ നമുക്ക് ബ്ലാക്ക് വരച്ചു കൊടുക്കാം. അതപ്പോൾ അങ്ങനത്തെ ആ പോട്ടിൽ അങ്ങനെ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നിർബന്ധമില്ല. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു പോട്ടിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ ആ ഏരിയയിൽ നമ്മൾ 2 ലൈൻസ് അവിടെയും താഴെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലാക്ക് അടിച്ച് കൊടുത്തതേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി ഒരു 3-4 ദിവസം വേണ്ടി വന്നു. 3-4 ഒരാഴ്ചയോളം എടുത്ത്. ഇപ്പോൾ ചെറിയൊരു പോട്ടാണെങ്കിൽ പെട്ടെന്ന് കഴിയും. എന്തായാലും ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഒരു 2-3 കോട്ട് വാർണിഷ് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു ഐറ്റവുമായിട്ട് വീണ്ടും കാണാം.